ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ രണ്ടും ചെറിയ രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഉള്ളിയൊക്കെ കുറേ കട്ടിക്കൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 എണ്ണം ചെറുതായിട്ട് രണ്ടാക്കിയൊക്കെ മുറിച്ചിട്ടുള്ളൂ. 2 പച്ചമുളക് മുഴുവനെ തന്നെ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് നല്ല പച്ച കറിവേപ്പില വേണം ചേർക്കാൻ. കറിവേപ്പില അതുപോലെ ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കണം. പിച്ചി ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതിൽ നല്ല മണം ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കും. അപ്പോൾ ചേർക്കുമ്പോഴൊക്കെ നമ്മളിതുപോലെ പച്ച കറിവേപ്പില തന്നെ എടുക്കുകയും വേണം. ഇതുപോലെ പിച്ചി ഇട്ട് കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് ആവിയിലൊന്ന് വേഗമില്ല, കുറച്ച് നേരം ഒന്ന് പാടി കിട്ടാൻ വേണ്ടി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ആ എണ്ണ കുറച്ചുണ്ടല്ലോ, അതുകൊണ്ട് കരിയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ സമയത്ത് എന്നെ പൊടികൾ ചേർക്കാം. നമ്മളിപ്പോൾ ഉള്ളിയൊന്നും നല്ല കരിച്ചൊന്നും എടുത്തിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ.